അസ്സലാമലൈക്കും. അപ്പോൾ യൂട്യൂബിൻ്റെ പുതിയ ക്രൈറ്റീരിയ വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ പേജിൽ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പണി കിട്ടിയിട്ടുണ്ട്. കാരണം വാച്ച് അവേഴ്സ് കൂടുതലുള്ളവർക്കും പിന്നെ എന്താണ് പുതിയ യൂട്യൂബേഴ്സിനാണ് കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം വരുന്നതെന്ന് വിചാരിച്ചില്ല. സോ കുറേ കാര്യങ്ങൾ ഉണ്ട് പറയാൻ. അപ്പോൾ അതിന് തന്നെ ഈ വീഡിയോ ഫസ്റ്റായിട്ട് ഈ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് തരിക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കും ബാധകമാണെന്ന് എനിക്ക് മനസ്സിലായി, ബാധകമാണ്. സോ എന്തെങ്കിലും പുതിയ ക്രൈറ്റീരിയാസ് എന്ന കുറേ യൂട്യൂബ് ചാനൽസൊക്കെ ഇട്ടിട്ടുണ്ട്. സോ അപ്പോൾ അതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പക്ഷെ എന്നാലും അതിലൊരു കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങളുണ്ടെന്ന് തോന്നി. സോ പുതിയ യൂട്യൂബിൽ എന്തൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം 4000 വാച്ച് അവേഴ്സും ലോങ് വീഡിയോസിൽ 4000 വാച്ച് അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ ആവും നമ്മുടെ ചാനൽ. പക്ഷേ അതുപോലെ തന്നെ ഷോർട്സിലാണ് മോണിറ്റൈസേഷൻ ആണെന്ന് ആഗ്രഹിക്കുന്നവർക്ക് 3000 വാച്ച് അവേഴ്സും അല്ല 3 മാസത്തിനുള്ളിൽ 10 മില്യൺസ് വ്യൂസ് കിട്ടിയിട്ട് നമ്മൾ മോണിറ്റൈസേഷൻ ആവും ഷോർട്സിൽ. പക്ഷെ ഇപ്പോൾ എല്ലാം മാറിയിട്ടുണ്ട്. ഫുൾ പാപി ചെന്നവിടെയൊക്കെ പാതാളം പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ ഞാനൊന്ന് യൂട്യൂബ് തുടങ്ങിയതും എല്ലാം നല്ല അടിപൊളിയായി കാര്യങ്ങളൊക്കെ. സോ എവിടെ പോയാലും രക്ഷയില്ലാന്ന് മനസ്സിലായി. സോ ഇപ്പോൾ വാച്ച് അവേഴ്സ് ഫെബ്രുവരി 1 അതായത് ജനുവരി 31 മുതൽ ജനുവരി 31 2027 ഫെബ്രുവരി 1 മുതൽ യൂട്യൂബിൻ്റെ എല്ലാം മൊത്തം മാറിയിട്ടുണ്ട്. അതായത് വാച്ച് അവേഴ്സ് 8000 അവേഴ്സായിട്ട് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സാണ്. സബ്സ്ക്രൈബേഴ്സിൽ മാറ്റമൊന്നുമില്ല. വാച്ച് അവേഴ്സ് 8000 ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഷോർട്സിൽ 3 മാസത്തിനുള്ളിൽ 20 മില്യൺസ് 10 മില്യൺ തന്നെ ആവണമെങ്കിൽ നമ്മൾ പരലോകം കാണുന്നുണ്ട്. 10 മില്യൺ പോയിട്ട് ഒരു 1K ആവണമെങ്കിൽ പോലും നമ്മൾ എൻ്റെ വീഡിയോസിലൊക്കെ ഒരു 1K ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ലക്കാണ്. സോ 10 മില്യൺ എന്നൊക്കെ പറയണതേ നമുക്ക് കൂടുതലാണ്, എവിടെയോ കിടക്കുവാണ്. പിന്നെ ഈ 20 മില്യൺസ് ഒന്നും ആലോചിക്കാനേ വയ്യ. സോ എന്താണ് നമുക്ക് ചെറിയ യൂട്യൂബേഴ്സിനാണ് ശരിക്കും കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത്. വലിയ യൂട്യൂബ് അവർക്കൊന്നും ഇത് വിഷയമല്ല. 8000 വാച്ച് അവേഴ്സൊക്കെ സിമ്പിളാണ്. അവർക്ക് മോണിറ്റൈസേഷൻ ആയവർക്ക് കുഴപ്പമില്ല. അപ്പോൾ വലിയ സെലിബ്രിറ്റീസൊക്കെയാണ് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ അവർക്കൊക്കെ 8000 വാച്ച് അവേഴ്സ് പറയണത് ഒന്നുമല്ല. പക്ഷെ നമ്മളെപ്പോലുള്ള പുതിയ ആൾക്കാർക്ക് അത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം കിട്ടുമെന്ന് വിചാരിച്ചില്ല. പിന്നെ മോണിറ്റൈസേഷൻ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സ് തന്നെ കൂടുതലാണ്. അതായത് നമ്മളെപ്പോലെ ചെറിയ യൂട്യൂബേഴ്സിന് അത് നമ്മൾ ഇപ്പോൾ അത്ര ആൾക്കാർ അറിയുന്നവർ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യില്ല, ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും. ചിലപ്പോൾ വീഡിയോസ് കണ്ടാൽ പോലും ചില ആൾക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നില്ല, ചിലർക്ക് തോന്നും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് വലിയൊരു കാര്യമാണ്. അതിന് 4000 വാച്ച് അവേഴ്സ് എന്നൊക്കെ പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അവർക്ക് ഒരു മുട്ടൻ പണി തന്നെയാണ്. ഒരു 8000 വാച്ച് അവേഴ്സ് എന്ന് പറയണത് എവിടെയോ കിടക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 10 മില്യൺ ഒരു ഷോർട്സിന് 10 മില്യൺ നമ്മൾ മൊത്തം ഷോർട്സിന് 10 മില്യൺ 3 മാസത്തിനുള്ളിൽ എന്നൊക്കെ പറയുന്നത് തന്നെ ഒരിക്കലും പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. അത്രയും ഹാർഡ് വർക്ക് ചെയ്താലൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാം വേണം. അല്ലാതെ ഒരിക്കലും ഈ ഒരു സംഭവം ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു 4000 ഈ ജനുവരി 31 വരെ സമയം എന്തായാലും അതിനുള്ളിലാവുമെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ആവില്ല ഒന്നും എനിക്കറിയില്ല. സോ ഇതുവരെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം ഇൻഷാ അല്ലാഹ്.